നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് ആളുകൾ കാത്തിരുന്നൊരു പ്രഖ്യാപനമായി വരികയാണ്. സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാം സാമ്പത്തിക സ്ഥിതിയെ വളരെ പെട്ടെന്ന് തന്നെ മോശമാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ചിലവുകൾ. പ്രതീക്ഷിക്കാതെ വരുന്ന ഇത്തരം ചിലവുകൾ, ഭീമമായ ചിലവുകൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു സർക്കാർ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി വന്നിട്ടുണ്ടായിരുന്നത്. ഒരു കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കിട്ടുന്ന പദ്ധതിയാണിത്. നമുക്കറിയാം, ഈ ഒരു പദ്ധതി തുടങ്ങുന്ന സമയത്ത് കൂടുതൽ ആളുകളും ഇതിന് ആവശ്യമില്ലായിരുന്നു. അന്ന് പക്ഷേ ഒരു കുടുംബത്തിലെ 5 ആളുകൾക്ക് മാത്രമായിരുന്നു ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിച്ചത്. പിന്നീട് അങ്ങോട്ട് കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും നമ്മുടെ നാട്ടിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അടക്കം ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യം ലഭിച്ചത് തുടങ്ങിയതിന് ശേഷമാണ് ഈ കാർഡിൻ്റെ ആവശ്യക്കാർ കൂടിയത്. അതിൽ വരുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു അപ്ഡേഷൻ നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നിലവിൽ നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു കാർഡിൻ്റെ കഴിഞ്ഞ ഒരു 5 വർഷമായി കാര്യമായിട്ടൊരു അപ്ഡേഷനും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൽ അവസാനമായി വന്നൊരു അപ്ഡേഷനായിരുന്നു 70 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഈ ഒരു കാർഡ് പുതിയതായി ലഭിക്കുമെന്നുള്ളത്. അതിനുശേഷം കാര്യമായിട്ടൊരു അപ്ഡേഷൻ വരാത്ത ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ വരികയാണ്. നമുക്കറിയാം, 2026 തുടക്കത്തിലായിരിക്കും നമ്മുടെ നിയമസഭാ ഇലക്ഷൻ. അതിന് മുന്നോടിയായി തന്നെ ഈ കാർഡിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കും. കേന്ദ്ര സർക്കാരാണ് ഈ കാർഡിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുക. നിലവിൽ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. ചിലപ്പോൾ 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് മുതലായുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക. അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന രൂപത്തിലായിരിക്കും ഇത് വരിക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നമ്മുടെ ആധാർ കാർഡ് അനിശ്ചിതമാക്കിയായിരിക്കും ഈ ഒരു കാർഡിൻ്റെ അപ്ഡേഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ തെറ്റിദ്ധരുത്തി വെക്കുക. ആധാർ കാർഡിലെ ഫോൺ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ തെറ്റിദ്ധരുത്തി വെക്കുക. നമ്മുടെ കൈവശമുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. എങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ അപ്ഡേഷൻ ഉണ്ടായിരിക്കും. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റാളുകളെ ഇപ്പോൾ ചേർക്കാൻ സാധിക്കുന്നു. നിലവിൽ കാർഡുള്ള ആളുള്ള വീടുകളിൽ മറ്റാളുകൾ ഇത് ചേർക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ 70 വയസ്സ് കഴിഞ്ഞ ആളുകളെയും ഇതിൽ ചേർക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വരുന്നതോട് കൂടി തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഓൺലൈൻ സെൻറ്ററുകളോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളോ വഴിയായിരിക്കാം ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക. 2026 ജനുവരി മാസത്തെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇതിനുള്ള അപ്ഡേഷനും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. നിലവിൽ ഈ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുമ്പോൾ നിങ്ങൾ അവസ്ഥയെക്കുറിച്ചും ഈ ഒരു കാർഡിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് എത്ര ശതമാനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടി, മറ്റു കാര്യങ്ങളെല്ലാം അതിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.